ഹായ്, എല്ലാവർക്കും കോൺ വ്ലോഗ് 6ലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുട്ടും അവിയലും കൂടെ ഒരു കോമ്പിനേഷനാണ് ട്രൈ ചെയ്യണത്. അപ്പം എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമ്മൾ പുട്ടുപൊടിയിലോട്ട് ആവശ്യത്തിന് ഉപ്പും വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് നനച്ചെടുക്കുകയാണ്. ഇങ്ങനെ നനച്ചെടുത്തതിന് ശേഷം നമ്മളൊരു 10-20 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുട്ടുപൊടി കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആവും. പിന്നെ ഞങ്ങളുടെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പം നമ്മളിന്നിവിടെ ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം പാത്രത്തിലോട്ട് തേങ്ങയും ആവശ്യത്തിന് പൊടിയും കൂടി ഇട്ട് നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പം എല്ലാം ഒന്ന് ആവി കയറ്റാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ പുട്ട് റെഡിയായിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി പുട്ട് ഏകദേശം നമ്മുടെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് അവിയലിനുള്ള വെജിറ്റബിൾസ് എടുക്കാം. അപ്പം അവിയലിനുള്ള വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ഈ അവിയലിൻ്റെ വെജിറ്റബിൾസ് നമ്മൾ ഒരേ നീളത്തിലും വണ്ണത്തിലും എടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും. കാരണം അതിൻ്റെ വേവ് നമുക്ക് ഏകദേശം കറക്റ്റായിട്ട് കിട്ടും. ഇപ്പം ഇതെല്ലാം സെറ്റായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെജിറ്റബിൾ നമുക്ക് നല്ലതുപോലെ ഒന്ന് 2-3 പ്രാവശ്യം കഴുകിയെടുക്കണം. ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതിപ്പോൾ നമ്മൾ നല്ലതുപോലെ കഴുകിയെടുത്ത പച്ചക്കറിയാണ്. ഞാനിപ്പോൾ ഒരു 2 പ്രാവശ്യം കഴുകിയിട്ടുണ്ട്. പക്ഷെ എന്നാൽ ഇപ്പോൾ 2-3 പ്രാവശ്യം കഴുകിയെടുക്കണം. അപ്പോൾ നമുക്ക് ഇതിലോട്ട് പച്ചമുളക്, കറിവേപ്പില, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് വെളിച്ചെണ്ണ. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമുക്കിതൊന്ന് ആവിയേക്ക് വേവിക്കാൻ വയ്ക്കാം. അവിയലിൻ്റെ കഷ്ണം നമ്മൾ വേവിക്കാൻ വെച്ചു. അപ്പം നമുക്ക് കുറച്ച് ചെറിയുള്ളി കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. അപ്പം ചതച്ചെടുത്ത ചെറിയുള്ളി കറിവേപ്പിലയാണ് നമ്മളൊരു ബൗളിലോട്ട് മാറ്റി അതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്യണം. വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് തിരുമ്മി വയ്ക്കണം. ഇത് നമ്മൾ അവിയൽ നമ്മൾ അടുപ്പിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് ഇത് ചേർക്കുകയാണെങ്കിൽ അതിന് കുറച്ച് നല്ല ടേസ്റ്റും നല്ലൊരു സ്മെല്ലും കൂടെ കിട്ടും. അപ്പം നമുക്ക് അവിയലിൻ്റെ കഷ്ണങ്ങൾ ഏകദേശം വേകാറായി നോക്കാം. അപ്പം അവിയലിന് അരയ്ക്കാനായിട്ട് ഞാനൊരു അരമുറി തേങ്ങ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തേങ്ങയിലിട്ട് ഒരു 4 വെളുത്തുള്ളി, 2-3 ചുമന്നുള്ളി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി ഇട്ട് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ വെജിറ്റബിൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്തത് അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അവിയൽ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുളിക്ക് വേണ്ടിയിട്ട് ഒരു 2 സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളി, വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് സാധാരണ നമ്മുടെ നാട്ടിൽ അമ്മമാരൊക്കെ ചേർക്കുന്ന ലാസ്റ്റ് ഒരു സീക്രട്ട് റെസിപ്പിയാണ്. അപ്പം ഇപ്പം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ബാലൻസ് വെളിച്ചെണ്ണയാണ്. അതും കൂടെ ഞാനൊന്ന് പുറമേ ഒന്ന് തൂവി കൊടുത്ത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമുക്ക് നല്ലൊരു അടിപൊളി സ്മെല്ല് വരുന്നുണ്ട്. കഴിക്കാനൊക്കെ ഒരു ആഗ്രഹം തോന്നുന്ന ഒരു സ്മെല്ല്. അപ്പോൾ ടേസ്റ്റും അടിപൊളിയായിരിക്കും.
എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം അവിയൽ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ച് അവിയലും പിന്നെ പുട്ടും കൂടെ. അവിയലും പുട്ടും നല്ല കോമ്പിനേഷനാണ്. അപ്പം നമുക്ക് ഇതൊന്ന് എടുത്തിട്ട് ചാച്ചന് കൊടുത്തു നോക്കാം, ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. അപ്പോൾ നമുക്കിത് കൊടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. ആളൊക്കെ പറയുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. ചാച്ച പുട്ടും അവിയലുമാണ്, ഒന്ന് കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറ. കഴിച്ചു നോക്ക്. അടിപൊളി ഫുഡ്. എങ്ങനെയുണ്ട്? എല്ലാവരും രുചിച്ച് നോക്കണം, അങ്ങനെ അറിയാൻ പറ്റുള്ളൂ. എങ്ങനെയുണ്ട്? സൂപ്പറാ, അടിപൊളി സൂപ്പർ. പുട്ടിന്റെ കൂടെ ആകുമ്പം എങ്ങനെയുണ്ട്? അവിയലുകൾ സൂപ്പറാണ്. എല്ലാവരും ഇത് കഴിച്ചിട്ട് വളരെ ഡീസൻ്റ് നല്ല ഫുഡും അവിയലുകൾ കൂടിയുള്ള ആഹാരമാണ്. സൂപ്പറാണ്, കഴിച്ചു നോക്കണം എല്ലാവരും ഇത്.